ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 10ാമത്തെ ചാപ്റ്ററായ സുരക്ഷിത ഭക്ഷണം, അതിൻ്റെ ചോദ്യോത്തരങ്ങൾ, ആ പാഠത്തിൻ്റെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? ആരോഗ്യകരമായ വളർച്ചയ്ക്ക്, പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കാൻ, ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കാൻ, അല്ലേ? അടുത്ത ചോദ്യം, സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കാൻ ഭക്ഷ്യവസ്തുക്കളുടെ തെരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷ്യവസ്തുക്കളുടെ തെരഞ്ഞെടുപ്പ് വൃത്തിയാക്കലും പാചകത്തിന് അനുയോജ്യമായ രീതിയിൽ മുറിക്കലും, പിന്നെയോ ശ്രദ്ധാപൂർവമായ പാചകം, പാകം ചെയ്തവ സൂക്ഷിക്കൽ, സുരക്ഷിതമായ വിളമ്പൽ, ഭക്ഷണം കഴിക്കൽ, അല്ലേ? ഭക്ഷ്യവസ്തുക്കളുടെ തെരഞ്ഞെടുപ്പ്, രണ്ടാമത്തത് വൃത്തിയാക്കലും പാചകത്തിന് അനുയോജ്യമായ രീതിയിൽ മുറിക്കലും, മൂന്നാമത്തത് ശ്രദ്ധാപൂർവമായ പാചകം, നാലാമത്തത് പാകം ചെയ്തവ സൂക്ഷിക്കൽ, അഞ്ചാമത്തത് സുരക്ഷിതമായ വിളമ്പൽ, അവസാനത്തത് ഭക്ഷണം കഴിക്കൽ, അല്ലേ? അടുത്തത്, കടകളിൽ നിന്ന് പാലോ പാലുൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നൽകിയിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കൂ. ഉചിതമായതിന് നേരെ ടിക്ക് അടയാളം ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കവറിൽ ലോഗോ ഉള്ള പാല് ടിക്കാണ്. നിറം മാറ്റമുള്ള പാല് തെറ്റാണ്. പാക്ക് ചെയ്യാത്ത പാലും പാലുൽപ്പന്നങ്ങളും തെറ്റാണ്. പാക്ക് ചെയ്ത തീയതിയും കാലാവധിയും കവറിൽ അടയാളപ്പെടുത്തിയത് ശരിയാണ്. ലഭ്യമാക്കുന്ന സ്രോതസ്സിൻ്റെ ഗുണനിലവാരം ശരിയാണ്. ചീസ്, പനീർ എന്നിവ പാക്ക് ചെയ്തതും സീലുള്ളതും ശരിയാണ്. പാക്കറ്റിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഭക്ഷ്യവസ്തുക്കളുടെ പേര്, ചേരുവകളുടെ പട്ടിക, പോഷക ഘടകങ്ങൾ സംബന്ധിച്ച വിവരം, കലോറിക മൂല്യം, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അടയാളങ്ങൾ, അളവ്, തൂക്കം, നിർമ്മിച്ച തീയതി, കാലാവധി, കഴിക്കുന്ന തീയതി, ഉൽപ്പാദിപ്പിച്ച സ്ഥലം, നിർമ്മാതാവിൻ്റെ വിലാസം, ഉപയോഗിച്ച പ്രിസർവേറ്റുകൾ, നിറം കൊടുക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ, ലൈസൻസ് നമ്പറും സായി ലോഗോവും ഉപയോഗിക്കേണ്ട രീതി. ശർക്കരയിൽ എന്തിനാണ് റോഡോമിൻ ബി ചേർക്കുന്നത്? നിറം നൽകുന്നതിന്. ശർക്കരയിൽ റോഡോമിൻ ബി ചേർക്കുന്നത് കൊണ്ടുള്ള ദോഷമെന്ത്? റോഡോമിൻ ബി ചെറിയ അളവിൽ പോലും ശരീരത്തിനുള്ളിലെത്തിയാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും. എന്താണ് മായം ചേർക്കൽ? ആഹാരവസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതാണ് മായം ചേർക്കൽ. ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നതും ഗുണനിലവാരം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃതമായി നിറങ്ങൾ ചേർക്കുന്നതും മായം ചേർക്കൽ തന്നെ. തേനിലെ മായം ചേർക്കൽ എങ്ങനെ കണ്ടെത്താം? ഒരു കോട്ടൺ തിരി തേനിൽ മുക്കി കത്തിക്കുക. അത് നന്നായി കത്തുന്നുണ്ടെങ്കിൽ മായം ചേരാത്ത തേനാണ്. എന്നാൽ കത്തിക്കുമ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടാകുകയാണെങ്കിൽ ആ തേൻ മായം ചേർന്നതാണ്. തേനിൽ ചേർത്ത പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ലായനിയിലെ ജലാംശമാണ് തിരി കത്തുമ്പോൾ ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഉണ്ടാക്കുന്നത്. ശുദ്ധമായ തേൻ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ നേരെ താഴോട്ട് പോകും. മായം ചേർത്ത തേനാണെങ്കിൽ ഉടനെ വെള്ളത്തിൽ ലയിക്കും. മഞ്ഞൾപ്പൊടിയിലെ മായം ചേർക്കൽ എങ്ങനെ കണ്ടെത്താം? ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വിതറുക. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം താഴേക്ക് പടരും, ഇല്ലെങ്കിൽ നിറം ഇളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയും. വെളിച്ചെണ്ണയിലെ മായം ചേർക്കൽ എങ്ങനെ കണ്ടെത്താം? അര ഗ്ലാസ് വെളിച്ചെണ്ണ 30 മിനിറ്റ് ഫ്രീസറിൽ വച്ച ശേഷം നിരീക്ഷിക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ മുഴുവനും കട്ടിയായിട്ടുണ്ടാകും. മറ്റേതെങ്കിലും എണ്ണകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് മുകളിൽ ദ്രാവക രൂപത്തിൽ പൊങ്ങി നിൽക്കും. കായത്തിലെ മായം ചേർക്കൽ എങ്ങനെ കണ്ടെത്താം? ഒരു കഷ്ണം കായം സ്പൂണിലെടുത്ത് കത്തിച്ചു നോക്കിയാൽ കർപ്പൂരം കത്തുന്നത് പോലെ നന്നായി കത്തുന്നില്ലെങ്കിൽ മായം ചേർത്തിട്ടുണ്ടെന്ന് അനുമാനിക്കാം. പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി ദീർഘനാൾ കേടുവരാതിരിക്കാനും ചോറ് ഒരു ദിവസം കഴിയുമ്പോൾ കേടുവരാനുമുള്ള കാരണം എന്തായിരിക്കും? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത്. ഉയർന്ന താപനിലയിലും വളരെ താഴ്ന്ന താപനിലയിലും സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതമാകും. കൂടാതെ ഈർപ്പം തീരെയില്ലാത്ത സാഹചര്യങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല.
വായു കടക്കാൻ കഴിയാത്ത വിധം പാക്ക് ചെയ്ത ആഹാര പദാർത്ഥങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാവില്ല. ഓരോ രീതിയിലും സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടിക വിപുലീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഉണക്കി സൂക്ഷിക്കുന്നത്, ഉപ്പുലായനിയിൽ സൂക്ഷിക്കുന്നത്, പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുന്നത്, കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്നത്, വായു നിബന്ധമായി അടച്ചു വെക്കുന്നത്, അങ്ങനെ പട്ടികപ്പെടുത്തി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് അരി, മുളക്, ചെറുപയർ, നെല്ലിക്ക, മാങ്ങ, നാരങ്ങ, ചെറി, പൈനാപ്പിൾ, പപ്പായ, പാല്, പച്ചക്കറികൾ, പഴങ്ങൾ, ബിസ്ക്കറ്റ്, ചിപ്സ്, കശുവണ്ടിപ്പരിപ്പ്, ഇതൊക്കെയാണ് പട്ടികപ്പെടുത്തിയത്. നന്നായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി എഴുതിയെടുക്കുക. ഉപ്പുലായനി എന്നിവയിൽ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? ഉപ്പിലിട്ട് വയ്ക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ജലാംശം ഉപ്പ് ലായനിയിലേക്ക് വരുന്നു. ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് മാത്രമല്ല, അവയോടൊപ്പമുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിലുള്ള ജലാംശവും ഉപ്പ് വലിച്ചെടുക്കുന്നു. സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെടുമ്പോൾ അവ നശിച്ചു പോകുന്നു. ഭക്ഷ്യവസ്തുക്കൾ പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുമ്പോഴും ഇതുതന്നെ സംഭവിക്കുന്നു. ചക്കജാം തയ്യാറാക്കുന്നതെങ്ങനെ? പഴുത്ത് പാകമായ ചക്കച്ചുള 1 കിലോ അരച്ചെടുക്കുക. ഇത് വേവിച്ച് കുറുക്കിയെടുക്കുക. അതിലേക്ക് 500 ഗ്രാം പഞ്ചസാര ചേർത്ത് 10 മിനിറ്റ് ഇളക്കുക. അല്പം തണുത്ത ശേഷം 1 സ്പൂൺ നാരങ്ങാനീര് ചേർക്കുക. നന്നായി തണുത്ത ശേഷം ഈർപ്പമില്ലാത്ത വൃത്തിയുള്ള പാത്രത്തിൽ വായു കടക്കാത്ത വിധം ഭദ്രമായി അടച്ചു വയ്ക്കുക. എന്താണ് പാസ്ചറൈസേഷൻ? പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. പെട്ടെന്നുള്ള ഈ വ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. ഈ രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആണ്. അതുകൊണ്ടാണ് ഈ രീതിക്ക് പാസ്ചറൈസേഷൻ എന്ന പേര് ലഭിച്ചത്. വൈൻ, പഴച്ചാറുകൾ എന്നിവയും പാസ്ചറൈസേഷൻ നടത്തി സൂക്ഷിക്കാറുണ്ട്. റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കുന്നത് എന്തുകൊണ്ട്? വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാകില്ല. അതുകൊണ്ടാണ് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ റെഫ്രിജറേറ്ററിൽ നിന്ന് പുറത്തെടുത്തു വച്ചാൽ എന്ത് സംഭവിക്കും? സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ചു തുടങ്ങുകയും ഭക്ഷണം കേടാകുകയും ചെയ്യും. ഇനി അടുത്തത് വിലയിരുത്താം എന്നുള്ള പ്രവർത്തനം നോക്കാം. കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം ഏതാണ്? ചെറുപയർ, പുളിങ്കുരു, പപ്പായക്കുരു, കടല. ഉത്തരം സി, പപ്പായക്കുരുവാണ്. മത്സ്യമാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകൾ ശീതള പാനീയങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കാമോ? എന്തുകൊണ്ട്? ഐസ് നിർമ്മിക്കുമ്പോൾ വെള്ളം വേഗം ഘനീഭവിക്കുന്നതിനും അലിഞ്ഞു പോവാതിരിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തുക്കൾ ചേർക്കാറുണ്ട്. അമോണിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. അതിനാൽ മത്സ്യമാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകൾ ശീതള പാനീയങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കരുത്. കടയിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കും? പുറന്തോട് കേടില്ലാത്തത്, പുതിയതും പഴക്കമില്ലാത്തതും, ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചത്. പാൽ, തക്കാളി, മത്സ്യം, വെള്ളരി, വെണ്ട, മാംസം എന്നിവ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം. ഇവയിൽ ഫ്രീസറിൽ വെക്കേണ്ടവ ഏതെല്ലാം? പാല്, മത്സ്യം, മാംസം. റെഫ്രിജറേറ്ററിൻ്റെ ഫ്രീസർ ഒഴികെയുള്ള ഭാഗങ്ങളിൽ വെക്കേണ്ടത് ഏതെല്ലാം? തക്കാളി, വെള്ളരി, വെണ്ട. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവുമായിട്ടുള്ള എല്ലാ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ഉപകരിക്കുന്നതാണ്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.